നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ലിസി. ലിസി മാത്രമല്ല, നടിയുടെ മുൻ ഭർത്താവ് പ്രിയദർശൻ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ്. മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത്. ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷമുള്ള തന്റെ വിഷാദ രോഗത്തെക്കുറിച്ച് പറഞ്ഞതും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു. സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് ലിസി പ്രിയദർശൻ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത്. ഒരുമിച്ച് സിനിമ ചെയ്യവേ പ്രണയത്തിലായ ഇരുവർക്കും സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. 1990-ലായിരുന്നു താരവിവാഹം. കല്യാണി, സിദ്ധാർത്ഥ് എന്നീ മക്കളും ദമ്പതികൾക്ക് ജനിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും പിരിഞ്ഞു. 2016-ലായിരുന്നു വേർപിരിയൽ. 26 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശൻ ഏറെ വിഷമിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് സംവിധായകൻ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട്. സുകുമാരി ചേച്ചി, ഹനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണ് നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നുണ്ട്. സിനിമകളിൽ നിന്ന് ലിസിയെ കാണാറില്ല. പ്രിയദർശൻ സംവിധാന രംഗത്തേക്ക് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും മകൾ കല്യാണി പ്രിയദർശൻ ഇതിനോടകം മുൻനിര നായിക നടിയായി മാറിക്കഴിഞ്ഞു. മലയാളത്തിൽ ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം തല്ലുമാല തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ കല്യാണി പ്രിയദർശൻ നായികയായെത്തി. നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലിസിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണിത്. അവർക്കിടയ്ക്ക് പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും. പ്രിയന്റെ തിരുവനന്തപുരം സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ അദ്ദേഹം കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു. ഞാനും കൊച്ചിൻ ഹനീഫയും ഒക്കെ ലിസി പക്ഷക്കാരായിരുന്നു. ഒരിക്കൽ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുകയായിരുന്നു. ശിവകുമാർ, രാധിക, ലിസി, റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും തല്ലുവാനും പിടിച്ചുകൊണ്ടുപോകാനും ഏതാനും ഗുണ്ടകളുമായി ലിസിയുടെ അമ്മ ഏലിയാമ ഹനീഫയുടെ സെറ്റിലെത്തി. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിച്ചു. ലിസി ആ സമയം ഭയന്ന് വിറച്ചു. ഹനീഫ ആ സമയം ഒരു തനി ഗുണ്ടയായി മാറി. കലിപൂണ്ട ഹനീഫ അലറി. അവളെ തൊട്ടാൽ എല്ലാത്തിനെയും കീച്ചുകളയും ഞാൻ, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോളണം എന്ന് അലറി വിളിച്ചുകൊണ്ട് ഹനീഫ അവിടെ മറ്റൊരു ഹൈദ്രോസായി മാറി. വിരട്ടാൻ വന്നവർ വാലും മടക്കി വിരണ്ടോടി. ഇതിനെക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത് അവിടെ അതേ രക്ഷയുള്ളൂ എന്നാണ്. ഇല്ലായിരുന്നെങ്കിൽ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പോയേനെ എന്ന്. ലിസി പറഞ്ഞത് ഹനീഫ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പോയേനെ എന്നാണ്. ലിസി പറയുന്നത് എനിക്ക് ജീവിതത്തിൽ 2 പേരുടെ കടപ്പാടുള്ളൂ, ഒന്ന് സുകുമാരി ചേച്ചിയോടും മറ്റൊന്ന് ഹനീഫയ്ക്കയോടും എന്ന്. ലിസി പ്രിയൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു. ലിസി എന്നോട് സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുടുംബം ഇല്ലാതിരുന്ന സമയത്ത് എന്നെ കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തി തന്നതെന്ന്. ഹനീഫിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണുകൾ നിറയുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.